മയക്കുവേടി വെക്കുന്നതിന് തീരുമാനമായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആനേനെ ഏകദേശം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മയക്കുവേടി വെക്കേണ്ടതിൻ്റെ വിദഗ്ധരായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം വരാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പം ഏകദേശം അടങ്ങിയതെന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിയും. അതെ, പിന്നെ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പരിശോധന കഴിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ട്. CM ആയിട്ട് സംസാരിച്ചു, CM ആയിട്ട് ഫോണിൽ സംസാരിച്ചു, CM ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ MLA സംസാരിച്ചാണ് നമ്മൾ കണ്ടത്. എന്തായാലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തൃശ്ശൂർ മേയറുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. നിജി ജസ്റ്റ് സംസാരിക്കാം. ഏരിയ ആയതുകൊണ്ട് ജനങ്ങൾ ആകെ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ്. ആന ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നുണ്ട്. ആന വരുന്ന വഴിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ കണ്ടിരുന്നു. അതെ, ആന നിൽക്കുന്ന ഇടത്തിന് തൊട്ട് മുമ്പുള്ള വീടിൻ്റെ ഗേറ്റ് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പിലുള്ള ഒരു കടയുണ്ടായിരുന്നു, ഒരു സൈക്കിൾ കട പോലത്തെ. ആ കടയുടെ മുമ്പിലുള്ള മതില്, കടയിലുള്ള സാധനങ്ങൾ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ആനനെ തളച്ചിട്ട വീടിന്റെ മതിലും ആന നശിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് അവർക്ക് അടിയന്തര ധനസഹായം നൽകും. അതെ, ഇത് അടിയന്തരമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായി ആലോചിച്ച് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഏതായാലും ജില്ലാ ഭരണകൂടത്തിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു കൂട്ടായ തീരുമാനമെടുക്കും. അതാണ് സ്ഥിതി. എന്തായാലും അധികൃതർ ഓരോരുത്തരായി ഇവിടെ നിന്നും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായതോടുകൂടി മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും എലഫന്റ് സ്ക്വാഡും ഒക്കെ തന്നെ ഈ പ്രദേശത്തുണ്ട്. കൊമ്പൻ വീട്ടുവളപ്പിൽ നിൽക്കുന്നത് ഇപ്പോഴും കാണാം. കൊമ്പൻ ശാന്തനാണ്. നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ളതല്ല. കൊമ്പന് പക്ഷേ വലിയ പരിക്കുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ കഴിയില്ല. കൊമ്പന് പരിക്കുണ്ട്, വലിയ പരിക്കുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൊമ്പന് പിന്നീട് ചികിത്സ നൽകും. അതിനുശേഷം എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും ആനയെ എന്നുള്ള ആലോചിക്കുകയാണ്. വടം കെട്ടി ആനയെ വലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആനയെ നിയന്ത്രിച്ച് ആ പ്രദേശത്ത് തളച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് കാഞ്ഞങ്ങാട് പകർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഇത്രയധികം നേരമായി ആനയുടെ ഭീതിതമായ വിളയാട്ടം നമുക്ക് വേണ്ടി പകർത്തിയത് നമ്മുടെ ക്യാമറമാൻ അനീഷ് കാഞ്ഞങ്ങാട് തന്നെയാണ്. ഇപ്പോൾ ആനയെ ആ വീട്ടുവളപ്പിൽ തളച്ചിരിക്കുകയാണെങ്കിൽ ആനയ്ക്ക് കൂടുതൽ കയറുകൾ കെട്ടി ബന്ധിക്കാനുള്ളൊരു ശ്രമവും അധികൃതർ നടത്തുന്നുണ്ട്. ആന വീട്ടിൽ വെളുപ്പിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസമാണ്. പരിക്കുകൾക്ക് ചികിത്സ നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ അതിന്റെ നടപടി പൂർത്തിയാക്കി ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് കരുതുന്നത്. നടരാജൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന ആനയാണ്, ആനയുടെ പേര്, മറ്റു വിവരങ്ങൾ, ആന വിരണ്ട ഓടാൻ കാരണം എന്താണ് എന്നെ സംബന്ധിച്ച് എന്താണ് കാഴ്ചക്കാരൊക്കെ പറയുന്നത്? ശിവലക്ഷ്മി എന്ന ആനയാണ്, കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന ആനയാണെന്നാണെന്ന് പറയുന്നത്. അതിലൊരു വ്യക്തത അധികൃതരും ചെക്ക് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. രാവിലെ തെക്കേ ഗോപുര നടയിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് ആന ഇടഞ്ഞ് ഓടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് കണ്ടവരുടെ ബൈറ്റൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവർ പറഞ്ഞത് തെക്കേ ഗോപുര നടയിൽ ആ ഭാഗത്ത് കയറിയപ്പോൾ ആന ഇടഞ്ഞോടുകയാണെന്നാണ്. പക്ഷേ നമ്മൾ ആന പാപ്പാനോട് തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പട്ടി കുരച്ചപ്പോൾ ഭയന്ന് ഓടാൻ തുടങ്ങിയതാണ് ആന എന്നാണ് ആനയുമായി ബന്ധപ്പെട്ടുള്ളവർ സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ആന അവിടെ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്. നാട്ടാന ഈ ഭാഗത്ത് അധികം ഉള്ള ആനയല്ല എന്ന് ഇവിടെ ആനയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നവരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു. എന്തായാലും ആന ക്ഷേത്ര പരിസരത്ത് തൊഴാനെത്തിയപ്പോൾ ഇടഞ്ഞ് ഓടുകയായിരുന്നു. പിന്നീട് തൃശ്ശൂർ നഗരത്തിലെ ഗോപുരനടയിൽ വെച്ചാണ് ആന ഇടഞ്ഞത്. 1.5 മണിക്കൂറോളം തൃശ്ശൂർ നഗരത്തെ വിറപ്പിച്ച ആനയെ ഇപ്പോൾ തളച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വീടിന് സമീപത്തെ പറമ്പിൽ മരത്തിനോട് ചേർന്ന് ആനയെ കെട്ടിയിട്ടുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ആനയെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ പരാക്രമത്തിനിടയിൽ ആനയ്ക്ക് സാരമായ പരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നത് പരിശോധിച്ച ശേഷം, ആനയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം, ഇനി വീണ്ടും വിരണ്ടോടാൻ സാഹചര്യം ഉണ്ടാകുമോ എന്നതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകുക. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത ഈ നിമിഷം വരികയാണ്. 1.5 മണിക്കൂർ തൃശ്ശൂർ നഗരത്തെ വിറപ്പിച്ച ആനയെ മരത്തിനോട് ചേർന്ന് കെട്ടിയിരിക്കുന്നു. ആന ഇപ്പോൾ ശാന്തനാണ്. വിവരങ്ങളാണ് നടരാജ് പരശുറാം നൽകിയത്.